ഹലോ. അപ്പോൾ വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം 10:45 ഇന്ന് സത്യം പറഞ്ഞാൽ ക്ലാസ് 11:30 കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ പോകാം. പിന്നെ നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഡ്മിൻ ബ്ലോക്കിൽ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇന്ന് ഒരു രാവിലെ ലഞ്ചിന് നമുക്ക് 1 അവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് ശേഷം പോവാം. അങ്ങനെ കുറേ പ്ലാൻസൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് നമുക്ക് പുതിയതായിട്ട് കച്ചൂരിയാണ് കിട്ടിയത്. അത് നമ്മുടെ രാജസ്ഥാനി ഒരു സ്പെഷ്യൽ സാധനമാണ് കച്ചൂരി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴും കിട്ടാറ് ആലു പറാട്ട ആണ് കേട്ടോ. ട്യൂസ്ഡേയിൽ രാവിലെ കിട്ടാറ്. അപ്പോൾ ഇന്ന് പെട്ടെന്നായിരുന്നു കച്ചോരി നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഭയങ്കര രാവിലെ നമുക്കിങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് അല്ലേ തരുന്നത്. അത് നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറ്റില്ലല്ലോ. അപ്പം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ പെട്ടെന്ന് എണീറ്റ് പോയി കഴിച്ചു. അപ്പം പെട്ടെന്ന് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കച്ചോരിയുടെ. അപ്പം നമുക്കിനി ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇപ്പോൾ രാത്രി അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ടില്ല, എന്നാലും ചൂട് നമുക്ക് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല തണുപ്പാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. ഇപ്പം 11 മണിയൊക്കെ ശേഷം ആവാറായിട്ടുണ്ട്. നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. നമ്മൾ പൊള്ളുന്ന വെയിലല്ലേ, ആ ഒരു ടൈപ്പ് വെയിലാണ് ഇപ്പോഴുള്ളത്. അവർ പറയുന്നു ഇത് ഇപ്പോൾ ഇവിടെ ഫുള്ളും നമ്മുടെ കടലാസ് പൂവില്ല, അത് ഫുള്ളും പൂത്തിക്കാറുണ്ടോ. ഈ സമയം സത്യം പറഞ്ഞാൽ വിൻ്റർ ടൈമില്ലേ, ആ സമയത്തായിട്ട് ഇത് കൂടുതൽ പൂക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ കാണാൻ. കുറച്ചും കൂടെ ആകുമ്പോൾ നല്ല പൂക്കും. അപ്പോൾ ഈ ഗ്രീൻ കളറൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. എവിടെ വീഡിയോ? ഓക്കെ, നമ്മൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. യെസ്, അത് നല്ല. യെസ്, നമ്മൾ ഇറങ്ങി ഗൈസ്. യെസ് ദീദി. യെസ്, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം, ക്ലാസ്സിൽ പോകണം. അവശേഷ് ഹായ്. You can give 1 or 2. ഇതെന്താന്ന് എനിക്കറിയില്ല, എന്തായാലും കഴിക്കാം. നമ്മൾ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിൽ യാരുമേ ഇല്ലേ. നമുക്ക് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജൂനിയേഴ്സിന് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ, ഇൻറ്റേർണൽസ്. അപ്പോൾ ഉടനെ തന്നെ അവർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വന്ന് സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മളങ്ങ് മാറിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവർക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാട്ടോ പോയത്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മെസ്സിലേക്ക് പോവാണ്. അപ്പോൾ മെസ്സിലെത്തിയിട്ട് കാണാം കേട്ടോ എന്താണ് ഇന്നത്തെ ഫുഡ് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഫുഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് മെനു അനുസരിച്ച് നമുക്ക് ഫുഡൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം മിക്ക ദിവസം പോകുമ്പോഴും കറികളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ എന്തെങ്കിലും പുതിയ കറിയാണോ അതോ പഴയതുപോലെയാണോ എന്നൊക്കെ. അപ്പം ഞാൻ ഹോസ്റ്റലിലെത്തി കേട്ടോ. ഇനി നേരെ കഴിക്കാനായിട്ട് പോകണ്ട. അപ്പോൾ കഴിക്കാൻ കൈ കഴുകാനായിട്ട് വന്നു. പിന്നെ ഞാൻ നേരെ നമ്മുടെ മെസ്സിലേക്ക് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതായത് 2 മണി
സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാട്ടോ. ഞങ്ങൾ എത്തിയ ടൈമും 2 മണി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ വാങ്ങി ഇന്നത്തെ കറികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പം ഇനി എന്താണ് കഴിക്കാനുള്ളത് കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് എന്നും കിട്ടുന്ന സാധനം ചപ്പാത്തി, ചോറ്, പിന്നെ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സഡ് വെജിറ്റബിൾ അച്ചാർ കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെജിറ്റബിൾസും കൂടി ഇട്ട ഒരു കറി, പിന്നെ പരിപ്പ്, പിന്നെ മോര്. ഇത്രയാണ് ഇന്നത്തെ ഫുഡ്. നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടക്കുക കേട്ടോ. പിന്നെ ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാണിച്ചു തന്നില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയും പിന്നെ പരിപ്പ് ഞാൻ പറഞ്ഞില്ല, പല ടൈപ്പിലുള്ള പരിപ്പുകൾ നമുക്ക് പല ദിവസങ്ങളിലായിട്ട് തരും. അപ്പം അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പറയാം കേട്ടോ ഫുഡ്. അപ്പം ഇനി നമുക്ക് വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. അവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് അഡ്മിൻ ബ്ലോക്കിൽ പോകണം കേട്ടോ. നമുക്കൊരു കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ അല്ല. സെമിനാർ കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും. പിന്നെ ലാബ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും 4:30 സെമിനാർ കഴിയുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ 5:30 വരെ എന്തായാലും ഇനിയിപ്പം ക്ലാസ് ഉണ്ടാവും. 4:30 കഴിഞ്ഞ് 5:30 വരെ. അപ്പം ഇതാണ് ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്ലാനുകളെന്ന് പറയുന്നത്. പ്ലാനുകളല്ല, ഇങ്ങനെയാണെന്ന് നടക്കാറ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അതുമാത്രമല്ല, ഇപ്പോൾ ഉച്ചയാണ്, നല്ല വെയിൽ. ഇപ്പം എത്ര സമയം? ഇപ്പം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നല്ല വെയിലാണ്. പിന്നെ എന്താ, രാത്രി ഇച്ചിരി തണുപ്പുണ്ട്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കട്ടെ. ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയാണ് നമുക്ക് അടുത്ത ലെക്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു സെമിനാർ ഹാളിലാണ്. ഒരു സെമിനാർ നമുക്ക് തന്നെ പറയാം കേട്ടോ. അപ്പം ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് IIT ഡൽഹിയിലെ ഡയറക്ടറാണ് കേട്ടോ. അപ്പോൾ ആ സാറ് നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 1 മണിക്കൂറോളം അവിടെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലെക്ചർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചായ കിട്ടി. അപ്പോൾ ചായ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. നമ്മൾ സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമൂലില്ലേ, അവിടെ അമൂലാണ് കേട്ടോ. അപ്പോൾ അമൂലിൽ നിന്ന് മേടിച്ച സാൻഡ്വിച്ച്. അവിടെ പല ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനെ സാധനം മേടിച്ചു. അപ്പം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ടാവും. നമ്മളിപ്പം തിരിച്ചു പോകും കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് സമയമായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ കാണാം കേട്ടോ. ഹലോ, അപ്പം ഞാൻ റൂമിലൊക്കെ തിരിച്ചെത്തി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം വിൻ്റർ സീസണും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി കിട്ടും. അപ്പം ഒരു 6 മണി ആ ടൈമിലപ്പം തിരിച്ചെത്തി കേട്ടോ. ഇനി രാത്രി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പഠിക്കാനുള്ളതെങ്കിലും പഠിക്കണമെങ്കിൽ അത് പഠിക്കുക, വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഉള്ളത് ഇനി ഒരു 7:30 ആ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. അതൊക്കെയാണ് കേട്ടോ ഇനി മെയിനായിട്ടുള്ള പരിപാടി. 10:30 ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ സംഭവബഹുലമായ ദിവസങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് പോയി. പിന്നെ എനിക്ക് അഡ്മിൻ ബ്ലോക്കിൽ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ സെമിനാറിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ടൈം കിട്ടിയില്ല. പിന്നെ ഒരു ഡോക്യുമെൻറ്റുകൾ നമുക്ക് എക്സ്ട്രാ അതിൽ വെക്കണം. അപ്പം അതുകൊണ്ട് വെക്കോളൂ. അങ്ങനെ പിന്നെ നാളെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അത്രയൊക്കെയാണ്. സോ ഞാൻ ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പം വരാട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് ടൈം കാണാം. എന്നാലും സ്പാഡേ എടുക്കാം. കാർട്ടൂൺ കണ്ട് ആസ്വദിക്കുന്ന അക്കു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ടോ, എൻ്റെ നേരെ മെസ്സിൽ പോയിട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പുതിനയുടെ കറി, ഒരു കറീൻ്റെ പരിപ്പ്, ചോറ്, അച്ചാർ, പിന്നെ ഫ്രൈംസില്ല അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അപ്രത്യക്ഷിതമായിട്ട് ഒരു രസം കിട്ടി കേട്ടോ. എൻ്റെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഈ രസം ഉണ്ടാക്കിയ ആളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിട്ട് പറയണം കേട്ടോ, അടിപൊളി രസമായിരുന്നു എന്നൊക്കെ. നാട്ടിൽ നിന്ന് അടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ
1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന കുട്ടികളാണ് കേട്ടോ. അപ്പം ബാഗിൽ 2 ആഴ്ച. അപ്പോൾ സാധനങ്ങളൊക്കെ കുറേ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയ അരിയുണ്ട കുറച്ച് പെട്ടെന്ന് വരുന്നത് കൺഫേം അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, കഴിച്ചു. താങ്ക് യു. Oh my god. കപ്പ ചിപ്സ് മിക്സ്ചർ. കണ്ണൂർ സ്പെഷ്യലാണ്. കണ്ണൂർ സ്പെഷ്യൽ ലൊട്ട. കച്ച് വെച്ചിട്ടാണ് നമ്മൾ അധികം ലൊട്ട കച്ച് തിന്നുക. പക്ഷെ കച്ച് ഇവിടെ ഉണ്ടാക്കുക പോസിബിൾ അല്ല. കച്ച് മീൻസ് ഒരു പുളിവെള്ളവും മുളകെല്ലാം ഇട്ടിട്ട് ഒരു കോമ്പിനേഷനാണ്. നമ്മൾ പാനിപ്പൂരിയെല്ലാം തിന്നുന്ന പോലെ ഒരു അതിന് ഇതിലിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ചിപ്സ്. യെസ്, കായ വറുത്തത്. പലരും ഇത്രയും സാധനമേ കൊണ്ടുവരാൻ പറ്റി. ഇത്ര തന്നെ ധാരാളം. യെസ്, ഹലോ. അപ്പോൾ ഇപ്പം രാത്രി 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹോസ്റ്റലൊക്കെ കയറി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ കിടക്കാൻ പോകും കേട്ടോ. അപ്പം ഭയങ്കര സംഭവമൊന്നുമല്ല കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് എടുത്തത്. അങ്ങനെ ഇങ്ങനെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇത് ചായിടും. അപ്പം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ഇനി ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ടാവും. നമ്മളിപ്പം